നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിൽ പ്രൊബേഷണറി ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവരിലേക്ക് ഓൺലൈനായിട്ട് 2024 ഡിസംബർ 27 മുതൽ ഇന്ന് മുതൽ 2025 ജനുവരി 16 വരെ അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നതനുസരിച്ച് പ്രൊബേഷണറി ഓഫീസർമാരുടെ ഏകദേശം 600ഓളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ബാങ്കിന്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ട്. ഇതിന്റെ ഹാർഡ് കോപ്പി ഒന്നും എടുത്ത് ബാങ്കിലേക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ മോഡിൽ കൂടെ മാത്രമുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളെ https:/bank.sbi/web/careers/current openings എന്ന സൈറ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക. ഈ സൈറ്റിൽ എന്തെങ്കിലും വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കാൻ മറക്കരുത് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ അയക്കുന്നവർ ഇതിലേക്ക് ഫുള്ളി എലിജിബിൾ ആണെന്ന് സ്വയം ഉറപ്പുവരുത്തേണ്ട കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാൻ കൂടി നിങ്ങൾ മറക്കരുത് എന്ന കാര്യം കൂടി ഓർക്കുക. ഇതിനകത്ത് 3 ലെവൽ എക്സാമിനേഷൻ ആയിരിക്കും. ആദ്യം ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ phase 1, പിന്നീട് മെയിൻ എക്സാമിനേഷൻ phase 2, അതുപോലെ phase 3, അതുപോലെ സൈക്കോമെട്രി എക്സാമിനേഷൻ ആണ്, ഇന്റർവ്യൂ ആയിരിക്കും phase 3-യിലുള്ളത്. അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷനും അപ്പോയിന്റ്മെന്റ് നടക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ഒന്നിലധികം ആപ്ലിക്കേഷൻ അയക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ ആകെ 600 വേക്കൻസികളാണുള്ളത്. ഇതിൽ 240 വേക്കൻസികൾ അൺറിസർവ്ഡ് ആണ്. 58 എക്കണോമിക്കലി വീക്കർ സെക്ഷൻസും OBC 158, SC 87, ST 57 എന്നിങ്ങനെയാണ് വേക്കൻസികളുടെ എണ്ണം. ആകെ 600 വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിന്റെ ഷെഡ്യൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇന്ന് മുതൽ 2024 ഡിസംബർ 27 മുതൽ 2025 ജനുവരി 16 വരെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും. അതേ ഡേറ്റിൽ തന്നെ അതുവരെ, അതായത് ജനുവരി 16 നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും. അതുപോലെ പ്രിലിമിനറി എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് ഫെബ്രുവരി 3-ാമത്തെയോ 4-ാമത്തെയോ ആഴ്ച മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാനും പറ്റും. ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ 8 അതുപോലെ 15 മാർച്ച് 2025 2 ദിവസമാണ് നടക്കുന്നത്. ഏത് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ അതിന്റെ റിസൾട്ട് ഏപ്രിൽ 2025 പബ്ലിഷ് ചെയ്തതിനു ശേഷം ഏപ്രിൽ സെക്കൻഡ് വീക്കിൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അതുപോലെ ഓൺലൈനായിട്ടുള്ള മെയിൻ എക്സാമിനേഷൻ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് 2023 നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മെയ് ജൂൺ 2025 അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അതിന്റെ സൈക്കോമെട്രിക് phase 3-യിലെ സൈക്കോമെട്രിക് ടെസ്റ്റ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് എക്സസൈസ് എല്ലാം കൂടെ മെയ് ജൂൺ 2025 നടന്നിട്ട് അതിന്റെ റിസൾട്ട് മെയ് അല്ലെങ്കിൽ ജൂണിൽ പബ്ലിഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് എന്റെ ഷെഡ്യൂള്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഏജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 21 വയസ്സ് മുതൽ 30-നും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 1/4/2024 അടിസ്ഥാനമായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം 21 മുതൽ 30 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും SC ST കാരായിട്ടുള്ളവർക്ക് 5 വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാനുള്ള ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം, അത് 30/4/2025 ബിരുദം നേടിയിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 30/4/2025 ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാം. പക്ഷേ അവർ 2025 ഏപ്രിൽ 30 മുമ്പ് അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയുന്നവർ മാത്രമേ അപേക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ കേരളത്തിലെ വിവിധ സെന്ററുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാം. സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. അതിലേക്ക് 3 സെക്ഷൻസ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 ചോദ്യങ്ങൾ, റീസണിംഗ് എബിലിറ്റി 30, അങ്ങനെയാകെ 100 ചോദ്യങ്ങൾ ഉണ്ടാകും. 100 മാർക്കായിരിക്കും. ഇതിന് സമയം 1 മണിക്കൂർ സമയമായിരിക്കും ലഭിക്കുക. അതിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന കട്ട് ഓഫ് ഉണ്ടായിരിക്കത്തില്ല. അതിൽ നിന്നും പ്രിലിമിനറിയിൽ നിന്നും ഓരോന്നിനും ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ടായിരിക്കത്തില്ല. മൊത്തത്തിലുള്ള മാർക്കിന്റെ ബേസിലായിരിക്കും മെയിൻ എക്സാമിനേഷനിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുക. മെയിൻ എക്സാമിനേഷൻ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യങ്ങൾ 60 മാർക്ക് 50 മിനിറ്റ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ 30 ചോദ്യങ്ങൾ 60 മാർക്ക് 45 മിനിറ്റ്, ജനറൽ അവയർനെസ്, എക്കണോമി, ബാങ്കിങ് നോളജുമായിട്ട് ബന്ധപ്പെട്ട 60 ചോദ്യങ്ങൾ 60 മാർക്ക് 45 മിനിറ്റ് സമയം ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ 20 മാർക്ക് 40 മിനിറ്റ് ആയിരിക്കും സമയം. അങ്ങനെയാകെ 170 ചോദ്യങ്ങൾ 200 മാർക്ക് 3 മണിക്കൂർ സമയമായിരിക്കും പരീക്ഷ എഴുതാൻ കഴിയുക.
അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇമെയിൽ, റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട 50 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും. 30 മിനിറ്റ് സമയം, ആകെ 250 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. അതിൽ സെലക്ഷൻ മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ആയിരിക്കും അടുത്ത ഫൈനൽ ഫേസ് 3യിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഫേസ് 3യിൽ സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ്, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയായിരിക്കും ഉണ്ടായിരിക്കുക. ഗ്രൂപ്പ് എക്സസൈസ് 20 മാർക്ക്, ഇന്റർവ്യൂവിന് 30 മാർക്ക്, അങ്ങനെ ആകെ 50 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക സൈക്കോമെട്രിക് ടെസ്റ്റിന് ഉണ്ടായിരിക്കുക. ഫൈനൽ സെലക്ഷന് ഇതിന്റെ എല്ലാം 250 മാർക്കുള്ള മെയിൻ എക്സാമിനേഷന്റെയും നോർമലൈസ് ചെയ്ത മറ്റു മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ. എക്സാമിനേഷൻ സെന്റർ പറയാം. അതുപോലെ കോൾ ലെറ്റർ ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ പ്രിലിമിനറി എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റുകൾ വാങ്ങി വെക്കൽ, പക്ഷേ അവിടെ നിങ്ങളത് അത് അവിടെ കാണിച്ച് അത് നിങ്ങൾ ഒതന്റിക്കേറ്റ് ചെയ്യണം. അത് എന്നിട്ട് നിങ്ങൾ ഫൈനൽ മെയിൻ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ID പ്രൂഫായിട്ട് ഈ പ്രിലിമിനറി എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് കൊണ്ടുചെല്ലണം, ഒതന്റിക്കേറ്റ് ചെയ്തായിരിക്കണം. അതുപോലെ ശമ്പളം പറയുകയാണെങ്കിൽ 48,480 മുതൽ 85,920 സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം പ്രതിവർഷം 18.67 ലക്ഷം മുംബൈ സെൻട്രൽ ലഭിക്കും. എന്നാൽ ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും എന്ന കാര്യം കൂടെ പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ സെലക്ട് ചെയ്യപ്പെടുന്ന 2 ലക്ഷം രൂപയുടെ ഒരു ബോണ്ട്, ബാങ്കിനെ മിനിമം 3 വർഷമെങ്കിലും സെർവ് ചെയ്യാവുന്ന ഒരു ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ 2 ലക്ഷം രൂപ തിരിച്ച് കൊടുക്കേണ്ടി വരും. ആപ്ലിക്കേഷൻ ഫീസ് അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിനും ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് OBC-കാർക്കും 750 രൂപയാണ്. SC/ST-കാർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കൊന്നും ഫീസ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഡിസംബർ 27 മുതൽ 2025 ജനുവരി 16 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. https://bank.sba/web/careers/current openings ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ അപേക്ഷിക്കുന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലെഫ്റ്റ് ഹാൻഡിൽ തമ്പ് ഇംപ്രഷൻ, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഇതൊക്കെ നിങ്ങൾ തയ്യാറാക്കിയതെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഹോൾ ടിക്കറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞ ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് എക്സാമിനേഷൻ സെന്ററുകളെ കുറിച്ച് നോക്കാം. കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ സെന്ററുകളുണ്ട്. എന്നാൽ മെയിൻ എക്സാമിനേഷൻ കൊച്ചി, എറണാകുളം, കൊച്ചി അല്ലെങ്കിൽ തിരുവനന്തപുരം, ഈ 2 സെന്ററുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൽ നിന്നും സെന്റർ ചൂസ് ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളത്. ജനുവരി 16 വരെ അപേക്ഷിക്കാൻ കഴിയും. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിലാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ജോലി. സ്ഥിരം ജോലിയാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. താല്പര്യമുള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പിലുള്ള ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത്. ഇത്രയും നേരം വീഡിയോ കണ്ടതിലുള്ള നന്ദി രേഖപ്പെടുന്നു. ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു.